നമുക്ക് ഓഡിറ്റോറിയത്തിലെ കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ. കാസർഗോഡാണ് ഈ ഓഡിറ്റോറിയം വരുന്നത്. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറി. ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത് പപ്പായന്റെ ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. 360 ഡിഗ്രിയിലുള്ള ഒരു അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം കാണുന്നത് തന്നെ. എത്തിയ ടൈമിൽ അവിടെ നിക്കാഹ് നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം അത്രയും റഷ് ആയിരുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡിന്റെ സെക്ഷനിലേക്ക് ഓടുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. സെക്ഷനിലെത്തിയപ്പോ കണ്ണ് തള്ളിപ്പോയി, കാരണം ഇവരൊക്കെ എപ്പോഴാണ് ഇവിടെ വന്ന് ഇരുന്നത് എന്ന് ഓർത്തിട്ട്. വിഷ്വൽ ഫുഡിന്റെ സെക്ഷനിലെത്തിയാൽ പഴയതുപോലെ തന്നെ കട്ട പോസ്റ്റ് അടിക്കേണ്ടി വന്നു. ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം അവിടുന്ന് എസ്കേപ്പ് ആയി. ഇറങ്ങിയപ്പോ ഒരു ബഹളം തന്നെയായിരുന്നു. അലീസിയും ചായയും ഐസ്ക്രീം ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ബ്രൈഡിന്റെ എൻട്രി കളറാക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികൾ ഇവിടെ സെറ്റായി നിൽക്കുന്ന കാഴ്ചയാണിത്. ഞങ്ങൾ വേഗം ഓഡിറ്റോറിയത്തിൽ കയറി സീറ്റ് സെറ്റാക്കി. ബ്രൈഡിന്റെ ഒരു അടിപൊളി എൻട്രി കണ്ടാലോ. ഒരു അടിപൊളി ഗ്രാൻഡ് എൻട്രിയോട് കൂടി ബ്രൈഡ് ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നുണ്ട്. ചെക്കൻ വന്നിട്ട് ബ്രൈഡിനെ ഇതാ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. ഇവിടെ ചെക്കനെയും പെണ്ണിനെയും വെച്ചിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു സ്റ്റേജിൽ ഉണ്ടായത്. ഇത് കഴിഞ്ഞ് ചെക്കന്റെ ഒരു ഗ്രാൻഡ് എൻട്രി ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഡാൻസ് പാട്ടിന് ശേഷം ഇപ്പൊ നിങ്ങൾ കാണുന്നത് മെഹർ കെട്ടിക്കൊടുക്കുന്ന ചടങ്ങാണ്. പിന്നെ അവൻ കുറച്ച് വട്ടം കറങ്ങിയതിന് ശേഷം ഫൈനലി അവളുടെ കഴുത്തിൽ അവന് മെഹർ ചാർത്തി. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കല്യാണം കാണുമ്പോൾ വിചാരിക്കും ഈ ടൈം കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ അവിടുന്ന് മടങ്ങി. പിന്നെ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള റിസപ്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.